ഹലോ, ഞാൻ ഡോക്ടർ ഒ.ടി. ജോർജ്, തൊടുപുഴ സെൻറ് മേരീസ് ഹോസ്പിറ്റലിൽ ഓർത്തോപെഡിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയായി വർക്ക് ചെയ്യുന്നു. നട്ടെല്ലിനുണ്ടാകുന്ന വൈകല്യങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളിലുണ്ടാകുന്ന വൈകല്യങ്ങളെ പറ്റിയാണ്. അത് കൂടുതലും കാണുന്നത് 10-നും 15-നും ഇടയിലുള്ള പെൺകുട്ടികളിലാണ്. ശ്രദ്ധിക്കാതെ പോയുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫോമിറ്റി വലുതാകും. അത് ഭാവിയിൽ അവരുടെ ശ്വാസകോശം, ഹൃദയം അല്ലെങ്കിൽ അവരുടെ നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസിനെ എല്ലാം ബാധിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അമ്മമാർ ശ്രദ്ധിക്കേണ്ടത്, ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും അവരുടെ നട്ടെല്ലിൻ്റെ അതായത് ശരീരത്തിൻ്റെ പുറകുവശം എന്തെങ്കിലും രീതിയിലുള്ള വളവ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള വ്യതിയാനം കാണുകയാണെങ്കിൽ അവർ അടുത്തുള്ള ഡോക്ടറെ ഉടനെ തന്നെ കാണിക്കേണ്ടതാണ്. വളരെ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ ഇത് ഒരു ബ്രേസിൻ്റെ ചികിത്സ കൊണ്ട് തന്നെ ചിലപ്പോൾ സുഖപ്പെടുത്താൻ പറ്റും. പക്ഷേ താമസിച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് സർജറി തന്നെ വേണ്ടിവരും. അത് തന്നെ ഒത്തിരി താമസിച്ചു കഴിഞ്ഞാൽ സർജറി പോലും അത് കംപ്ലീറ്റ് കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സാധാരണഗതിയിൽ ഇത് കണ്ടുപിടിക്കുന്ന മിക്കവാറും നമ്മുടെ അടുത്ത് വരുന്നവരൊക്കെ ഒരു 14-15 വയസ്സിൽ അവരുടെ സഹപാഠികൾ എന്താ നിന്റെ പുറകിനെ വളഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അവർ പലപ്പോഴും ശ്രദ്ധിക്കുക. അതിന് കാരണം ഈ അസുഖത്തിന് വേദന ഉണ്ടാകത്തില്ല, ആകെ ഉണ്ടാകുന്ന ഡിഫോമിറ്റിയാണ്. പക്ഷെ ഒരു വല്ലാത്ത ഡിഫോമിറ്റി, ഒരു ഒത്തിരി കൂടുതലായിട്ടൊരു ഹൊറണ്ടസ് ഡിഫോമിറ്റി വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഷേപ്പിനെ ബാധിക്കും, അതുപോലെ അവരുടെ ഫങ്ഷനെ ബാധിക്കും. ഭാവിയിൽ അത് പെയിനും അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ മാതിരി അവരുടെ ശ്വാസകോശം, ഹൃദയം എന്നിവയുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നതാണ്.